ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകളാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലീനിയർ പ്രോഗ്രാമിംഗ്, അത് തന്നെ ഗ്രാഫിക്കൽ മെത്തേഡും ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൽ വോജൽസ് അപ്രോക്സിമേഷനും നോർത്ത് വെസ്റ്റ് കോർണർ റൂള് മെത്തേഡ്, അതുപോലെ നെക്സ്റ്റ് വെയിറ്റിംഗ് ലൈൻ ഓർ ക്യൂ തിയറി, പിന്നെ ഗെയിം തിയറി. ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമുക്ക് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കുറച്ച് മാർക്ക് കൂടി സ്കോർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള സിമ്പിൾ പ്രോബ്ലത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ അതിനകത്ത് ആദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാക്ടറിക്കുള്ളിൽ 3 ടൈപ്പ് മെഷീനറീസ് ഉണ്ട്. ആ 3 ടൈപ്പ് മെഷീനറീസിലും കൂടി ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ തടിയുടെയൊക്കെ പ്ലെയിൻ ചെയ്യുന്ന ഒരു മെഷീൻ, അതേപോലെ അതിൻ്റെ കാലും മറ്റുമൊക്കെ ഒന്ന് കടഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലെയ്ത്ത് പോലെയുള്ള ഒരു മെഷീൻ, അതുപോലെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇതിൻ്റെ ജോയിൻസും മറ്റുമൊക്കെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ വാർണിഷും മറ്റുമൊക്കെ അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നതിന് 3 മെഷീൻ. അപ്പോൾ ഇങ്ങനെ 3 മെഷീനറീസ് ഉള്ള ഒരു ഫാക്ടറി, അല്ലെങ്കിൽ കുറച്ച് ലേബേഴ്സ് എല്ലാം കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടെന്നിരിക്കും. ഈ 3 മെഷീനറീസിനും അകത്തൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്കൊരു കസേര എടുക്കാം, പിന്നെ ഒരു മേശ എടുക്കാം, പിന്നെ വേണമെങ്കിൽ ഒരു കട്ടിലെടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഈ 3 പ്രോഡക്റ്റുകൾ, മേശ, കസേര, കട്ടിൽ, ഈ 3 ഐറ്റംസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള 3 മെഷീനറിയുടെ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. എക്യുപ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ തടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ റഫായിട്ടുള്ള സർഫസ് കളയാനുള്ളത്. രണ്ടാമത്തത് ഇതിന്റെ കാലും മറ്റുമൊക്കെ ഒന്ന് കടഞ്ഞെടുക്കാനായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു മെഷീൻ. മൂന്നാമത്തെ മെഷീൻ എന്ന് വെച്ചാൽ, ഇതിനകത്ത് ജോയിന്റ്സ് ഒക്കെ നമ്മൾ പിടിപ്പിച്ച് അതുപോലെ തന്നെ തമ്മിൽ ടച്ച് ചെയ്തൊക്കെയുള്ള ബോണ്ടും ഒക്കെ കൊടുത്ത് വാർണിഷും ഒക്കെ കൊടുത്തതിന് ശേഷം ഇതിനെയൊക്കെ ഒന്ന് ഹീറ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ. ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇങ്ങനെ 3 പ്രോഡക്റ്റ്, 3 മെഷീനറീസ് ഉണ്ട്. ഇനി അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കസേര, മേശ, കട്ടിൽ. ഈ കസേരയ്ക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ലാഭവും കൂടി ചേർത്തിട്ട് ഒരു മാനുഫാക്ചറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു എക്സാമ്പിൾ 1000 രൂപ കസേരയ്ക്ക്, മേശയ്ക്ക് 2000 രൂപ, കട്ടിലിന് 5000 രൂപ. അപ്പോൾ 1000, 2000, 5000 രൂപ എന്നുള്ള നിരക്കിൽ ഇതിന് പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ പ്രോഫിറ്റ് റേഞ്ചും വ്യത്യസ്തമായിരിക്കും. ഓക്കെ. ഇനി ഈ മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഒപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എത്ര കസേരകൾ പോകണം, എത്ര മേശ പോകണം, എത്ര കട്ടിൽ പോകണം എന്നുള്ളതെല്ലാം അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഇയാൾക്ക് പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈസ് റേഞ്ച് ആയിട്ടുള്ള കട്ടിലിനായിരിക്കും. പക്ഷെ പുറത്ത് ഡിമാൻഡ് ഈ മേശയ്ക്കും കസേരയ്ക്കും കട്ടിലും പല രീതിയിലായിരിക്കും. അപ്പോൾ വില കൂടിയ ഐറ്റംസിന് പുറത്തേക്ക് വരുമ്പോൾ പക്ഷേ അതിന് ഡിമാൻഡ് കുറവായിരിക്കും. പക്ഷെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള കസേരയ്ക്കായിരിക്കും, 1000 രൂപയുടെ കസേരയ്ക്കായിരിക്കും പുറത്ത് കൂടുതൽ ഡിമാൻഡ്. ഓക്കെ. ഇനി ഈ മെഷീനറീസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ 8 അവേഴ്സ് ആണ് ഒരു ദിവസത്തെ വർക്കിംഗ് ഷെഡ്യൂൾ എന്നിരിക്കട്ടെ. അതിനുള്ളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ 1 മണിക്കൂർ അവർക്ക് റിലാക്സേഷൻ കൊടുക്കുകയും വേണം. അപ്പോൾ എഫക്റ്റീവ്ലി 8 അവേഴ്സ് എന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നത് 7 അവേഴ്സ് ആണ്. അപ്പോൾ ആ 7 അവേഴ്സിൽ ഈ 7 അവറും കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നും കൂടി ഇരിക്കട്ടെ. ഒരുപാട് പോസിബിലിറ്റീസ് ആയി പറയുന്നത്. ആദ്യത്തെ പ്ലെയിനിങ് മെഷീനിൽ ഒരു ദിവസം 4 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ ആ ലെയ്ത്ത് മെഷീന് ഒരു ദിവസം 5 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റും. ഹീറ്റിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ മെഷീനറിക്ക് 3 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും പ്രശ്നമായി. കണ്ടിന്യൂസ് ആയിട്ട് 8 അവേഴ്സിൽ അല്ലെങ്കിൽ 7 അവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ആ യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ വീണ്ടും മെഷീനറീസ് ഈ 7 അവർ കണ്ടിന്യൂസ് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഈ മെഷീനറീസിൽ ഏതൊക്കെ മെഷീനറിയിൽ ഏതൊക്കെ
പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഐറ്റംസ് എത്ര എണ്ണം വെച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ മാനുഫാക്ചർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. ഇത് ആകെ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നമായി മാറി ആണല്ലോ. അപ്പൊ ഇവിടത്തെ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. ഒന്ന്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ മാനുഫാക്ചറർക്ക് കിട്ടേണ്ട മാക്സിമം പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എത്ര കസേര അയാൾ ഉണ്ടാക്കണം, എത്ര മേശ അയാൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര കട്ടിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകണം, പോകുമ്പോൾ മാക്സിമം എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഒപ്പിക്കുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം അയാൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് പുറത്തേക്കുള്ള ഡിമാൻഡ് മേശയ്ക്കും കസേരയ്ക്കും കട്ടിലിനും ഒരുപോലെ അല്ല. അപ്പോൾ ഒരു ദിവസത്തെ ഡിമാൻഡ് നോക്കുമ്പോൾ 10 കസേര ആളുകൾക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം, 5 മേശ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവാം, 2 കട്ടില് ഒരു ദിവസം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കൺസ്ട്രെയിൻ ആണ്. ഇദ്ദേഹം മാക്സിമം പ്രോഫിറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 10 കട്ടിലും തന്നെ ഒരു ദിവസം ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ 10 കട്ടിലും കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് അയാൾക്ക് കിട്ടിയാണ്. പക്ഷെ അത് പറ്റുന്നില്ല, ഡിമാൻഡ് ഇല്ല. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ ആണ്. വർക്കിംഗ് അവേഴ്സ് 8 ആണെങ്കിലും ലേബേഴ്സിനുള്ള റിലാക്സേഷൻ ടൈമും കൂടി കൊടുത്തതിന് ശേഷമുള്ള 7 അവേഴ്സേ ലേബേഴ്സിന് എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അത് മറ്റൊരു കൺസ്ട്രെയിൻ ആണ്. മെഷീനറീസിൽ കൂടി പാസ് ചെയ്യേണ്ട ഈ ഐറ്റംസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 7 അവേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചിലത് 3, ചിലത് 2, ചിലത് 5 അവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അത് അടുത്ത കൺസ്ട്രെയിൻ ആണ്. ഇനി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യുന്നതിന് കുറച്ചധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ദൂരെയുള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് ഡിമാൻഡ് എങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷനും കൂടി ഇയാൾ ബെയർ ചെയ്യണം. ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ പക്ഷെ ഡിമാൻഡ് പുറത്ത് വളരെയധികം ഡിസ്റ്റൻസിലാണെങ്കിൽ അത് അയാളെ പ്രോഫിറ്റിനെ കൂടി ബാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം കൂടി കൊണ്ടുപോകുമ്പോൾ ഒരുപോലെയുള്ള ഓർഡേഴ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ ഉണ്ടെങ്കിലേ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് മറ്റൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറർക്ക് കിട്ടേണ്ട മാക്സിമം പ്രോഫിറ്റ്. ഇതൊരു ഈ പ്രോഫിറ്റിന്റെ കണക്കായതുകൊണ്ടാണ് ആ എക്സാമ്പിൾ വന്നത്. ഓക്കെ, കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തുപറ്റി, നമുക്ക് ആഗ്രഹിക്കുന്ന പോലെയുള്ള രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ ഫങ്ഷൻസും കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് കുറെ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് എല്ലാം കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് മാക്സിമം പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിലെ മെത്തേഡ്സിൽ പറയുന്ന ഒരു മെത്തേഡ്. ഇനി ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടണം, മാക്സിമം കിട്ടണം. അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമുക്കുള്ള കൺസ്ട്രെയിൻ എന്താണ്? നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടാനില്ല. നമുക്ക് മിനറൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, വൈറ്റമിൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ സ്കേഴ്സിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റത്തിൽ ഏതിനൊക്കെയാണ് പ്രോട്ടീൻ്റെ, ഏതിനൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഏതിനൊക്കെയാണ് വൈറ്റമിൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്, അങ്ങനെയുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതെല്ലാം കൂടെ കഴിച്ച് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഏത് ടൈപ്പ് ആയാലും അതിൻ്റെ കൺസ്ട്രെയിൻസ് ഏതാണെന്ന് കൺസിഡർ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫങ്ഷനും കൺസ്ട്രെയിൻസും ഇനി ഇക്വേഷൻ ആക്കി നമ്മൾ ആദ്യം ഒന്ന് മാറ്റേണ്ടതുണ്ട്. ആ ഇക്വേഷൻസിന് എഴുതുന്നതിനെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, LPP എന്ന് നമ്മൾ ചിലപ്പോൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളതൊന്ന് മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇനി വായിക്കുമ്പോൾ ഈ ഐഡിയയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് വായിച്ചു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെയാണ്
ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ മോഡലിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പോലെ മാക്സിമൈസ് ഇസഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആ പ്രോഫിറ്റ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോഫിറ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത്, ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയാണ് നമ്മൾ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസഡിനുള്ളിൽ ഇസഡ് ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ ആ പ്രോഡക്റ്റുമായിട്ട് മനസ്സിൽ ആലോചിച്ചിട്ട് ഈ ഇക്വേഷൻ ഒന്ന് സമീപിക്കുക. അപ്പം ഇവിടുത്തെ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് ആരിൽ കൂടിയൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന് മേശ C1, കസേര C2, അതുപോലെ കട്ടിൽ C3, അതുപോലെ മറ്റു പ്രോഡക്ട്സുകളും വരാം. അതങ്ങനെ CN വരെ പോകും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ C1, C2, C3 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ് എന്നുള്ള രീതിയിൽ അസ്യൂം C1, C2, C3. ഇനി ഇതിനോടൊപ്പം ഒരു വേരിയബിളും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, X1, S2, S3. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ C1 എന്ന് പറയുന്ന കസേര എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം? X1 നമ്പർ പ്രൊഡ്യൂസ് ചെയ്യണം. മേശ, ഇപ്പൊ കസേര C1, മേശ എന്ന് പറയുന്ന C2 ആണെങ്കിൽ അത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം? ഈ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ C3 എന്ന് പറയുന്ന കട്ടിൽ, അത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം? ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ എത്ര? ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഇതിനെയാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ലീനിയർ ഇക്വേഷൻസിന്റെ ആദ്യത്തത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്, ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ X1 നമ്പർ ഓഫ് കസേരകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആദ്യത്തെ മെഷീനിൽ കൂടെ കയറേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തെ മെഷീൻ്റെതാണ് A11. അത് എത്ര കസേര ആദ്യത്തെ മെഷീനകത്തൂടെ കയറ്റിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് A11 × X1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് മേശ X2 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ അത് പോകേണ്ട മെഷീനറി എന്ന് പറയുന്നത് A12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇതിന്റെ നമ്പർ എത്ര? അതേപോലെ മൂന്നാമത്തെ കട്ടിൽ നമ്മൾ അതിന്റെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ X3 നമ്പർ വേണം, പക്ഷെ അത് മെഷീൻ നമ്പർ 3 കൂടിയും പാസ് ചെയ്യണം. അപ്പൊ ആ 3 എത്ര അവേഴ്സ് നമുക്ക് കിട്ടും? അതിന്റെ അവൈലബിലിറ്റിയാണ് ഈ A11, A12, A13 എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചായിരുന്നു 7 അവേഴ്സ് ഈ 3 മെഷീനറീസും നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എത്ര അവേഴ്സ് അവൈലബിൾ ആണ്, എത്ര നമ്പർ നമുക്ക് അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇതിന്റെ എല്ലാം കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് അവേഴ്സ്, അപ്പൊ ഇതെല്ലാ അവേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര അവറിനുള്ളിൽ നിർത്തണം? വർക്കേഴ്സിന് നമുക്ക് മാക്സിമം കിട്ടുന്നത് 7 അവേഴ്സ് ആണ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവരുടെ ഈ ഓരോ അവർ എണ്ണവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതെല്ലാം കൂടി എത്രയ്ക്കുള്ളിൽ നിൽക്കണം? നമ്മുടെ B1 എന്ന് പറയുന്ന അവറിനുള്ളിൽ നിൽക്കണം. അതിന് മുകളിലേക്ക് ഒരു തൊഴിലാളി അവിടെ വർക്ക് ചെയ്യില്ല. അങ്ങനെ കൺസ്ട്രെയിൻസ് എന്താണ് എന്നുള്ളത്, ഇതുപോലെ ഓരോരോ കൺസ്ട്രെയിൻസിന്റെയും കാര്യങ്ങൾ നമ്മൾ എത്ര നമ്പർ ഉണ്ടോ അത്ര എണ്ണമായിട്ട് എഴുതും. ഓക്കെ, ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് എത്ര, അതേപോലെ ഇവിടെ കൊടുത്ത നമ്പറുകൾ എത്ര, X1 നമ്പർ, S2 നമ്പർ, X3 നമ്പർ, ഇവരെല്ലാവരും തന്നെ എപ്പോഴും 0 അല്ലെങ്കിൽ അതിനെക്കാട്ടി മുകളിലേക്കായിരിക്കും. എന്താ വെച്ചാൽ നെഗറ്റീവ് ആയിട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കണം? 0. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് -1, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം, ഈ ഒരു മൊത്തത്തിലുള്ള ആൾ ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, അയാൾ ഈ ആദ്യത്തെ മെഷീനറിയിൽ കയറത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരിക്കലും എന്താവാൻ പാടില്ല? 0ക്ക് താഴെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഫോർമുലേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ LPPയുടെ എയിം എന്ന് പറയുന്നത് ഒന്ന്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ എന്ത് ചെയ്യണം, അതിന് കൺസ്ട്രെയിൻസ് ഏതാണ്, ആ കൺസ്ട്രെയിൻസിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യുക. ആ ഇക്വേഷനകത്ത് വരുന്ന വേരിയബിൾ ആയിട്ടുള്ള X1, X2, അതുപോലെ P1, P2 ഇതൊന്നും എന്താവാൻ പാടില്ല, എപ്പോഴും 0 അതിന് മുകളിലേക്കോ ഉള്ള സിറ്റുവേഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ. 0ക്ക് താഴേക്ക് നെഗറ്റീവായിട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫോം a firm produces 3 products. These products are processed on 3 different machines. The time required to manufacture 1 unit of each of the 3 products and the daily capacity of 3 machines are given in the table. Okay, അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ, ആദ്യത്തെ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് 1, 2, 3,
അതുപോലെ മെഷീൻ കപ്പാസിറ്റി മാക്സിമം എത്രയാണെന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ പ്രോഡക്റ്റിന്റെ എണ്ണം മെഷീൻ 1 പാസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് കസേര, ഒന്ന് മേശ, ഒന്ന് കട്ടിൽ എന്നുള്ള രീതിയിൽ എടുക്കാം. ഇവിടുത്തെ മെഷീനറീസ് M1, M2, M3 എന്ന് പറയുന്ന 3 മെഷീനറീസ് ഉണ്ട്. ഒരു മെഷീൻ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന അവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും മിനിറ്റ്സിൽ, ഒരു ദിവസം ഇത്രയും മിനിറ്റ്സ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 60 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവേഴ്സ് കിട്ടുകയും ചെയ്യും. 440 മിനിറ്റ് M1 വർക്ക് ചെയ്യാൻ പറ്റും. M2വിന് 470 മിനിറ്റേ വർക്ക് ചെയ്യാൻ പറ്റും. M3ക്ക് 430 വർക്ക് ചെയ്യിക്കാൻ പറ്റും. പ്രോഡക്റ്റുകൾ, ആദ്യത്തെ പ്രോഡക്റ്റ് M1 കൂടി 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് M1 കയറണം. രണ്ടാമത്തെ പ്രോഡക്റ്റ് 3 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി M1 കയറണം. മൂന്നാമത്തെ പ്രോഡക്റ്റ് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി M1 കയറണം. അതേപോലെ തന്നെ പ്രോഡക്റ്റ് M2 കയറേണ്ടത് 4. അങ്ങനെ ടൈം പെർ യൂണിറ്റ്, ഇത്രയും സമയം ഓരോന്നിനും എടുക്കുമെന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിന് ആവശ്യമായിട്ട്, ഈ ഓരോ മെഷീനകത്ത് ആവശ്യമായിട്ട് വരുന്ന ടൈം ഡ്യൂറേഷൻസ്. ടോട്ടൽ ടൈം ഡ്യൂറേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് 440, 470, 430 ആണ്. ഇനി ഇതിനൊരു പ്രൈസ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ഡെയിലി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. The profit per unit for product 1, 2 and 3 is ₹4, ₹3 and ₹6. ആദ്യത്തെ പ്രോഡക്റ്റ് ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് 4 രൂപ, രണ്ടാമത്തതിന് 3 രൂപ, മൂന്നാമത്തതിന് 6 രൂപ റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ആൾ ദ എമൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ആർ കൺസ്യൂംഡ് ഇൻ ദ മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇവർ പ്രൊഡ്യൂസ് അത്രയും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ ആ കൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രോഡക്റ്റ് 1 എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് 2 എത്ര എണ്ണം, പ്രോഡക്റ്റ് 3 എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം. ഈ പ്രോഡക്റ്റുകൾക്ക് ഓരോന്നും ഓരോ മെഷീനിലേക്കും കടന്നു പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള ടൈം ഡ്യൂറേഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് എല്ലാം കൂടെ വെച്ചിട്ട് അയാളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കട്ടിലും അല്ലെങ്കിൽ കസേരയും മേശയും കട്ടിലും കൂടി അയാൾക്ക് പോകണം. അതിൽ എത്ര എണ്ണം വെച്ച് പോകണം എന്നതാണ് അയാളുടെ മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്നിട്ട് നമ്മുടെ ലീനിയർ പ്രോഗ്രാം ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്കാം. അതിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഫ്രം ദ സ്റ്റഡി ഓഫ് ദ സിറ്റുവേഷൻ ഫൈൻഡ് ദ കീ ഡിസിഷൻസ് ടു ബി മെയ്ഡ് ഇൻ ദ ഗിവൻ സിറ്റുവേഷൻ. കീ ഡിസിഷൻസ് ഈസ് ടു ബി ഡിസൈഡഡ് ഇൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് 1, 2, 3 അല്ലേ. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്നത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തത്. ലെറ്റ് the extents of product 1, 2, 3 manufactured daily be x1, x2, x3. പ്രോഡക്റ്റ് 1, 2, 3 പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണം എത്രയെന്നുള്ളത് നമുക്ക് വേരിയബിൾ കൊടുക്കാം. അത് x1, x2, x3 ആണ്. ആ x1, x2, x3 ഇതെല്ലാം തന്നെ എന്തായിരിക്കണം? ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. എണ്ണം ഉണ്ടായിരിക്കാം. അത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമൈസ് ഇസഡ്. ഇവിടെ ഇസഡ് എന്ന് സൂചിപ്പിക്കുന്നത് അയാളുടെ പ്രോഫിറ്റിൻ്റെയാണ്. അപ്പോൾ മാക്സിമം ഇസഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോഡക്റ്റിന് 4 രൂപ, രണ്ടാമത്തിന് 3 രൂപ, മൂന്നാമത്തിന് 6 രൂപ. 4 രൂപയ്ക്കുള്ള എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം? x1. 3 രൂപയ്ക്കുള്ള എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം? x2. 6 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് S3 നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ x1, S2, S3 എന്താണുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എഴുതുന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അയാളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് നമ്മൾ Z എന്ന് പറഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഇക്വേഷൻ 4x1 + 3x2 + 6. അതെവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് എമൗണ്ടിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് എമൗണ്ട് കൂട്ടിയിട്ടാണ് അയാളുടെ മാക്സിമം പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി എന്തെല്ലാം കൺസ്ട്രെയിൻസ് ഉണ്ട്? കൺസ്ട്രെയിൻസ് ഇതൊക്കെയാണ്. മെഷീൻ 1-ന്, മെഷീൻ 2-ന്, മെഷീൻ 3-ക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ പ്രശ്നക്കാർ. അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രോഡക്റ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ്, മൂന്നാമത്തെ പ്രോഡക്റ്റ് മെഷീൻ 1-ൽ കൂടി പാസ് ചെയ്യുന്നെടുക്കുന്ന സമയം എന്ന് പറയുന്നത് മാക്സിമം 440 മിനിറ്റ്സേ കൊടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മെഷീൻ 1-ൽ കൂടി എത്ര എണ്ണം പോകണം, മെഷീൻ 2-ലൂടി പ്രോഡക്റ്റ് 2-ൻ്റെത് മെഷീൻ 1-ൽ കൂടി എത്ര എണ്ണം പോകണം, പ്രോഡക്റ്റ് 3 മെഷീൻ 1-ൽ കൂടി എത്ര എണ്ണം പോകണം. അപ്പോൾ ആ വേരിയബിൾസ് ഇവിടെ ആഡ് ചെയ്ത് സം ചെയ്തെടുക്കുന്നു. 2x1 + 3x2 + 2x3
2x1 3x2 2 into x3. ഇതെന്താണ്? ഇതെപ്പോഴും 440 മിനിറ്റിനെക്കാട്ടിലും കുറവായിരിക്കണം. അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുന്നത്. ആദ്യത്തെ ഇക്വേഷനിൽ ഇപ്പോൾ ആ ഇരിക്കുന്ന ഇക്വേഷനിൽ അതുപോലെ x1 x2 x3 മൾട്ടിപ്ലൈ ചെയ്ത് മാക്സിമം ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി മിനിമം അല്ലെങ്കിൽ അതുവരെ ആകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് കലോറിഫിക് വാല്യൂ 440 മിനിമം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ തിരിഞ്ഞു വരും. എന്ന് വെച്ചാൽ അതിനെക്കാട്ടി എപ്പോഴും നമ്മൾ കൂടിയിരിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അനുസരിച്ചിട്ട് ഇവിടുത്തെ മാക്സിമം പോകാൻ പറ്റുന്നത് എന്ന് പറയുന്നത് 440 ആയതുകൊണ്ട് ടൈം നമ്മൾ എന്ത് ചെയ്തു? മിനിമൈസ് ചെയ്ത് എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ എങ്ങനെ എഴുതും? ആ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മെഷീൻ 2 പ്രോഡക്റ്റ് 1 എന്ത് വേണം? 4 അവേഴ്സ് ഓർ മിനിറ്റ് എടുക്കുമെന്നിരിക്കട്ടെ. അപ്പോൾ 4 into x1. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഈ മെഷീൻ 2 കയറേണ്ട ആവശ്യമേ ഇല്ല, അതുകൊണ്ട് അവിടെ നമുക്ക് 0 കൊടുക്കാം. മൂന്നാമത്തെ മെഷീനറീസിൽ എന്ത് വേണം? മെഷീൻ 2 കയറണം, അത് 3 മിനിറ്റ് എടുക്കുമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 4x1 plus 0x2 plus 3x3 less than equal to 470. സിമിലർ ആയിട്ട് തന്നെ ഇവിടുത്തെ 2ഉം 5ഉം x1 x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് 3 മെഷീൻ 3ക്കകത്ത് കയറേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ അവിടെ കൺസിഡറേഷനിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് 2x1 plus 5x2 plus 0x3 less than equal to 430. ഇതാണ് ഈ തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, ഇത്രയും വലിയൊരു ക്വസ്റ്റ്യനിൽ നിന്ന് ലീനിയർ പ്രോഗ്രാമിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യുക എന്നുള്ള ഒരു എയിം. ചിലപ്പോൾ ഇതൊക്കെ 6 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കും. ഇത് എഴുതുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ഫേം പ്രൊഡ്യൂസസ് ആൻ അലോയ് ഹാവിങ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ആ അലോയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ഈക്വൽ ടു 0.98 ആയിരിക്കണം. അതിനകത്ത് ക്രോമിയം കണ്ടന്റ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 8% ആയിരിക്കണം. ഇവിടെ രണ്ടെണ്ണം മിക്സ് ചെയ്ത് വരുന്നുണ്ട്, ലെസ് ദാനും ഗ്രേറ്റർ ദാൻ. മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 450 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കണം. അപ്പോൾ അലോയ് ആണ്. അപ്പോൾ പല മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലിന് ഇത്രയും ക്വാളിറ്റീസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എ, ബി ആൻഡ് സി. അപ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ എന്തായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹാവിങ് പ്രോപ്പർട്ടി ഷോയിങ് ഇൻ ദ ടേബിൾ കണ്ടന്റ് ബിലോ ടു മേക്ക് ദ അലോയ്. ഇനി ആ കണ്ടന്റ് എന്താണെന്ന് നോക്കി. എയും ബിയും സിയുമായാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. ഇവർ മൂന്നുപേരെയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റൊരു അലോയ് ഉണ്ടാക്കുന്നത്. ആ അലോയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂസ് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് വേരിയസ് റോ മെറ്റീരിയൽസ് പെർ യൂണിറ്റ് ടൺ ആർ ₹94A, $284B, അതുപോലെ ₹44C. ഫൈൻ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് എ, ബി, സി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ആൻ അലോയ് ഓഫ് ഡിസൈഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേരിയബിൾസും അതിൻ്റെ ആ വേരിയബിൾ എത്ര മെറ്റലിന്റെ കോമ്പിനേഷൻ ആണ് ഈ അലോയ്, ആ എ എന്ന് പറയുന്ന മെറ്റലിന്റെ പാർട്ട് എത്ര ആഡ് ചെയ്യണം, ബി എത്ര ശതമാനം ആഡ് ചെയ്യണം, സി എത്ര ശതമാനം ആഡ് ചെയ്യണം, ആ വേരിയബിൾസിനെ നമ്മൾ x1 x2 x3 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എണ്ണം എ എന്ന് പറയുന്ന മെറ്റലിന്റെ എണ്ണമാണ് x1. അപ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് തന്നിട്ടുണ്ട് 90. ബി എന്ന് പറയുന്നതിന്റെ എണ്ണമാണ് x2, അതിന്റെ പ്രൈസ് റേഞ്ച് തന്നിട്ടുണ്ട് 280. സിയുടെ എണ്ണമാണ് 40, ആ 40ക്ക് അല്ല അതിന്റെ പ്രൈസ് റേഞ്ച് ആണ് 40, അതിന്റെ എണ്ണം നമുക്ക് x3. ഈ 3 അലോയ്സും ഇത്രയും അതിന്റെ പ്രൈസ് റേഞ്ചും അതിന്റെ എണ്ണമാണ് x1 x2 x3. ഇതും കൂടെ ആകുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? മിനിമം കോസ്റ്റിൽ അയാൾക്കത് കിട്ടണം. അപ്പൊ നേരത്തെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയൽ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൈസ് റേഞ്ച് എപ്പോഴും മാനുഫാക്ചറർ കുറവായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതി? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ടു മിനിമൈസ് ദ കോസ്റ്റ്. ഓക്കെ, റോ മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്ത്, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മിനിമൈസ് z is equal to 90x1 plus 280x2 plus 40x3 എന്ന് ഡിസൈൻ ചെയ്തു. ഇനി കൺസ്ട്രെയിൻസ് എന്താണ്? കൺസ്ട്രെയിൻസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓരോ മെറ്റീരിയലിനും സ്പെസിഫിക് ഗ്രാവിറ്റി വേരിയേഷൻ ഉണ്ട്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? അതിന്റെ കോമ്പിനേഷൻ എപ്പോഴും 0.98 താഴെ നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെയൊക്കെ പ്രൊപ്പോർഷൻ റേഞ്ച് എത്രയാകണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ ആളിനെ എടുത്തു. 0.92 നിന്ന് x1, 0.97 x2, 1.04 x3. ഇതെന്തായിരിക്കണം? ലെസ് ദാൻ ഈക്വൽ ടു 0.98 ആയിരിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ കോമ്പിനേഷൻ 0.98 കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഏതെങ്കിലും ഒരാളിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് കുറഞ്ഞ ആളിനെ കൂട്ടേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ എക്സിന്റെ വാല്യൂ, x2ന്റെ വാല്യൂ, x3യുടെ വാല്യൂ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റേണ്ടി വരും. എന്ത് വേണം? നമ്മുടെ എയിം എപ്പോഴും 0.98 കുറവായിരിക്കണം. അതുപോലെ നെക്സ്റ്റ് 7% ആണ് ക്രോമിയം കണ്ടന്റ്, 13%, 16% എന്ന് ബിക്കും സിക്കും മാർക്ക് ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ മൂന്നുപേരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിനകത്ത് മറ്റൊരു കൺസ്ട്രെയിന്റ് ആണ്, ക്രോമിയം എപ്പോഴും 8%-നെക്കാട്ടിലും മുകളിൽ നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി 7x1 പ്ലസ് 13x2 പ്ലസ് 16x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 8. മെൽറ്റിംഗ് പോയിന്റും അതുപോലെ 440, 490, 480 ആണ്. അവരെല്ലാം കൂടെ ആഡ് ചെയ്തു. അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും 450യെക്കാട്ടിലും ഉയർന്നു നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓക്കെ. ഇനി പെർസെൻറ്റേജ് എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം കൂടി സം, x1, x2, x3യുടെ സമ്മ് എന്തായിരിക്കണം? 100 എന്നുള്ള ഒരു ലിമിറ്റേഷനും കൂടി നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ 100. ചില കേസസിൽ ആ മെറ്റലിന്റെ എണ്ണം കൂടി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. മാക്സിമം എണ്ണം x1, x2, x3 കൂടെ ചേർത്തിട്ട് 100. ഇതിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ അതില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കൺസ്റ്റൻസും ഇത് അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇത് അത്രയും അതിന്റെ കൺസ്റ്റൻസ്. ഓക്കെ. ഇനി ഇതിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒന്നാണ് വേർ x1, x2, x3 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഫോർമുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കുക. സിമിലർ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി മാത്രം ചോദിക്കാറുണ്ട്. 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ വരും. ഇനി ഇത് ഒരു 10 മാർക്ക് വരെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ഇത് തന്നെ. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇപ്പം ഇതുവരെ നമ്മൾ x1ഉം x2ഉം x3യും ഇക്വേഷൻസ്, അതുപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഇക്വേഷൻസ് ഇതൊക്കെ എഴുതി നിർത്തി. ഇനി നമുക്ക് x1ന്റെ വാല്യൂ എത്ര, x2ന്റെ വാല്യൂ എത്ര, x3യുടെ വാല്യൂ എത്ര എന്ന് ഇനി കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് മാക്സിമം ആവാൻ വേണ്ടിയിട്ട് അയാൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതും കൂടി നമ്മൾ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെയും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും അതുപോലെ കൺസ്ട്രെയിൻസും എന്താണെന്ന് ആദ്യം എഴുതണം. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറർ മേക്സ് 2 പ്രോഡക്റ്റ്, x1ഉം x2. നമ്മുടെ മനസ്സിലാവുന്ന ഒരു മേശയും കസേരയും ആണെന്ന് ഇരിക്കേണ്ടത് തന്നെ. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെയിമിലി ചെയർസ് ആൻഡ് ടേബിൾസ്. ഓക്കെ. ഈച്ച് ചെയർ കോൺട്രിബ്യൂട്ട്സ് എ പ്രോഫിറ്റ് ഓഫ് 20 ആൻഡ് ഈച്ച് ടേബിൾ ദാറ്റ് ഓഫ് 40. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന റോ മെറ്റീരിയലിന്റെ കോസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമാണ് എത്ര? ₹20 ഫോർ ചെയറിനും അതുപോലെ ടേബിളിന് ₹40. ചെയർ ആൻഡ് ടേബിൾസ് ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫിനിഷ് പ്രോഡക്റ്റ് ആർ പ്രോസസ്ഡ് ഇൻ 3 സെക്ഷൻസ്. റോ മെറ്റീരിയൽ ആയിട്ട് വന്ന് വെറുതെ നമ്മുടെ പല തടിയെറുക്കുന്ന മില്ലിൽ നിന്ന് പലകയായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനകത്ത് ആവശ്യമായിട്ടുള്ള മെഷീനറീസ് കൂടി പ്രോസസ്സ് ചെയ്ത് മാത്രമേ ഇതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റൂ. എന്നിട്ട് അതിന് പുറത്തേക്ക് കൊടുത്താലേ ഇയാൾക്ക് ഈ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 3 സെക്ഷൻസ് ഉണ്ട്. 3 സെക്ഷൻസ്, പ്ലെയിനിങ്, അതുപോലെ കട്ടിങ്, ലൈറ്റിങ്, അങ്ങനെയൊക്കെ 3 സെക്ഷൻസ് ഉണ്ട്. മെഷീനറീസ് എന്നല്ല, 3 സെക്ഷൻസ് ഉണ്ട്. S1, S2, S3 എന്ന് പറയുന്ന 3 സെക്ഷൻ. ഇൻ സെക്ഷൻ 1 ഈച്ച് ചെയർ, ആ നമ്പർ സൂചിപ്പിക്കുന്ന x1, റിക്വയർസ് 1 hour ആൻഡ് ഈച്ച് ടേബിൾ x2 റിക്വയർ 4 hour. അപ്പം ആദ്യത്തെ സെക്ഷനിൽ ആദ്യത്തെ ചെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള സമയം എത്രയെന്ന് വെച്ചാൽ 1 hour ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റായ ടേബിളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് x2, അതിന് റിക്വയർ ചെയ്യുന്നത് 4 hours ഓഫ് പ്രോസസ്സിങ്. ഇൻ സെക്ഷൻ 2 രണ്ടാമത്തെ സെക്ഷൻ അത് കംപ്ലീറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷനിലേക്ക് ചെയ്യുമ്പോൾ ചെയറിന് ആവശ്യമായിട്ടുള്ള 3 hourഉം ടേബിളിന് 1 hourനും ആ സെക്ഷനിനുള്ളിൽ
സമയം ആവശ്യമാണ്. ഫസ്റ്റ് സെക്ഷനിൽ കയറി കഴിഞ്ഞ പ്രോഡക്റ്റ് സെക്കൻഡ് സെക്ഷനിൽ കയറി അവിടെ നിന്ന് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സെക്ഷനിലേക്ക് കയറി. ആൻഡ് ഇൻ സെക്ഷൻ 3 ദ ടൈം ആർ 1 hour ആൻഡ് 1 hour റെസ്പെക്റ്റീവ്ലി. രണ്ടിനും ഓരോ മണിക്കൂർ വീതം നമുക്ക് ആവശ്യമാണ്. ദ മാനുഫാക്ചറർ വാണ്ട് ടു ഒപ്റ്റിമൈസ് ഹിസ് പ്രോഫിറ്റ്. ഒപ്റ്റിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തിലേക്ക് കൊണ്ടെത്തിക്കണം അയാളുടെ, അതാണ് അയാളുടെ എയിം, ഹിസ് പ്രോഫിറ്റ്. അത് S1, S2, S3 ക്യാൻ ബി അവൈൽഡ് ഫോർ നോട്ട് മോർ ദാൻ 24, 21 and 8 hours. അപ്പോൾ സെക്ഷൻ 1 വർക്ക് ചെയ്യുന്നത് മാക്സിമം 24 hour വർക്ക് ചെയ്യും. സെക്ഷൻ 2 വർക്ക് ചെയ്യുന്നത് 21 hour വർക്ക് ചെയ്യും. സെക്ഷൻ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് 8 hours അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിം എന്താണെന്ന് നോക്കിയാൽ, എയിം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. Z എന്താണ്? നമ്പർ ഓഫ് ചെയർസും നമ്പർ ഓഫ് ടേബിൾസും മാനുഫാക്ചർ ചെയ്യണം. അയാൾക്ക് ചെയറിന് കിട്ടുന്ന പ്രോഫിറ്റ് 20 rupees, ടേബിളിന് കിട്ടുന്നത് 40 rupees. അപ്പോൾ 20x1 + 40x2 = അയാളുടെ മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി കൺസ്ട്രെയിൻസ് എന്താണ്? ഫസ്റ്റ് സെക്ഷനിൽ സെക്ഷൻ 1 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് S1 ഈച്ച് ചെയർ x1 requires 1 hour. അപ്പോൾ 1x1 ആൻഡ് ഈച്ച് ടേബിൾ requires 4 hours, 4x2. ഇനി ഏറ്റവും താഴെ വന്ന് നോക്കിയാൽ സെക്ഷൻ 1 കൊടുക്കാവുന്ന മാക്സിമം അവേഴ്സ് 24 ആണ്. അപ്പോൾ 1x1 + 4x2 must be less than equal to 24 ആദ്യത്തെ കൺസ്ട്രെയിൻ ആയി. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ സെക്ഷൻ 2 ഈച്ച് ചെയർ റിക്വയർ 3 hours ആൻഡ് ഈച്ച് ടേബിൾ റിക്വയർസ് 1 hour, 3x1 + 1x2. ഇനി സെക്ഷൻ 2 റിക്വയർസ് എത്രയാണ്? മാക്സിമം 21 hours. അപ്പോൾ 3x1 + x2 must be less than equal to 21. സെക്കൻഡ് കൺസ്ട്രെയിൻ C2 എന്ന് മാർക്ക് ചെയ്യും. തേർഡ് കൺസ്ട്രെയിൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ സെക്ഷൻ S3 ദ ടൈം ആർ 1 and 1 hour റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആദ്യത്തെ ടേബിളിനും ആദ്യത്തെ ചെയറിനും വേണ്ടിയിട്ട് 1 hour വീതം. മാക്സിമം എത്ര പോസിബിൾ? 8 hours കൊടുക്കാൻ പറ്റും, ലെസ് ദാൻ ഈക്വൽ ടു 8. ഇനി അടുത്ത കൺസ്ട്രെയിൻ നമ്മൾ ഇവരൊന്നും പറയാത്തതാണ്. x1 and x2 must be greater than equal to 0. അത് കൺസ്ട്രെയിൻ 4. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുമായി 3 കൺസ്ട്രെയിൻസ്, നാലാമത്തെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതേണ്ടതാണ്. 4 കൺസ്ട്രെയിൻസുമായി. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 10 മാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക് ഈ ഇക്വേഷൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഈ സെന്റൻസ് വായിച്ചിട്ട് ഈ ഇക്വേഷൻസ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ ഇക്വേഷനായി മാറി. ഇനി x1, x2 വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ വാല്യൂ ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കും. ഇനി കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ x1 + 4x2 ലെസ് ദാൻ ഈക്വൽ ടു 24 നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 24 എന്ന് തന്നെ അങ്ങ് ഇക്വേറ്റ് ചെയ്തു. ഇവിടെ പറഞ്ഞിട്ടുള്ള 3 കൺസ്ട്രെയിൻസിനെ C1, C2, C3 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയാലും എന്ത് ചെയ്യണം? അതിന് 3നെയും 0 ഇക്വേറ്റ് ചെയ്യണം. സോറി, അതിന്റെ കൺസ്ട്രെയിനുമായിട്ട് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആണെങ്കിൽ അതിന് ഈക്വൽ സൈൻ കൊണ്ട് ആദ്യം നമ്മൾ ചെയ്തു. അപ്പോൾ x1 + 4x2 = 24, 3x1 + x2 = 21, x1 + x2 = 8. ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്തു. ഇനി ഇതിനെ നെക്സ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 + 4x2 = 24 ആണ്. ആ ഇക്വേഷൻ ഇങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് x1 വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ x2 വാല്യൂ എന്ത് കിട്ടും? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് x1 എന്ത് ചെയ്തു? നമ്മൾ 0 എന്ന വാല്യൂ നമ്മളായിട്ട് അങ്ങ് കൊടുത്തു. അപ്പോൾ x1 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ x2 വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 4x2 = 24 കിട്ടും. x2 വാല്യൂ 24 / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് x1, x2 ഇത് നിങ്ങളുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ആളിന് നിങ്ങൾ ആദ്യം 0 കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? x2 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു കോർഡിനേറ്റ് പോയിന്റ്സ് ആണ്. 0, 6 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് പോയിന്റ്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ താഴേക്ക് വന്നിട്ട് ആ
സെക്കൻഡ് ആ ഇക്വേഷനിൽ തന്നെ സെക്കൻഡ് വേരിയബിൾ ആയിട്ടുള്ള എക്സ് ടുവിന് നിങ്ങൾ എന്ത് ചെയ്തു 0 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് x1 എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ ഇവിടെ 0 കൊടുത്തു. അപ്പോൾ 4 × 0 0 ആയി. അപ്പോൾ x1 ഈക്വൽ എന്തായി? ഡയറക്റ്റ് 24ലേക്ക് പോയി. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു. അവിടെ എന്താ ചെയ്തത്? ഇവിടെ നിങ്ങൾ x1, x2വിന് പകരം നിങ്ങൾ ഇവിടെ ഈ ആളിനെ 0 ചെയ്തു. 0 ചെയ്തപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒന്ന് കിട്ടി. എന്താണ്? 24,0. അപ്പോൾ രണ്ട് എന്താണ് XY കോർഡിനേറ്റ്സിന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടി. ഇക്വേഷൻ കിട്ടിയത് കൺസ്ട്രെയിൻസിൽ നിന്ന് ആദ്യത്തെ കൺസ്ട്രെയിൻ്റെ വേരിയബിളിനെ 0 ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ആ വേരിയബിളിന് ഒരു പോയിന്റ് കിട്ടി. അതേപോലെ രണ്ടാമത്തെ എണ്ണത്തിന് x2വിനെ നിങ്ങൾ 0 ചെയ്തു. അപ്പോൾ ഒന്നാമത്തേന് ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ 0, 6, 24, 0 എന്ന് പറഞ്ഞ രണ്ട് കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കിട്ടി. ഇതുപോലെ സിമിലർ ആയി ബാക്കിയുള്ള രണ്ട് ഇക്വേഷൻസിലും സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക, x1ന് 0 എടുക്കുക, x2ന് വാല്യൂ കിട്ടും. x2ന് 0 എടുക്കുക, x1ന് വാല്യൂ കിട്ടും. ഇവിടെയും x1ന് 0 എടുക്കുക, x2ന് വാല്യൂ കിട്ടും. x2ന് 0 എടുത്താൽ x1ന് വാല്യൂ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന വാല്യൂസ് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടി. ഇതൊക്കെയാണ് ഇവിടുത്തെ x1ഉം x1ന് 0 എടുത്തപ്പോൾ x2 ഇത് കിട്ടി. അതുപോലെ x2ന് 0 എടുത്തപ്പോൾ ഇവിടെ x1ന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് 0, 21, 7, 0. അതേപോലെ ലാസ്റ്റിൽ 8 ആയതുകൊണ്ട് x1 + x2 ആയതുകൊണ്ട് തന്നെ 0, 8, 8, 0. ഇങ്ങനെ നമുക്ക് കുറച്ച് കോർഡിനേറ്റ്സ് കിട്ടി. ഇനി വളരെ എളുപ്പമാണ്. ആ കോർഡിനേറ്റ്സിനെ ഒരു ഗ്രാഫിനുള്ളിലേക്ക് പോസ്റ്റ് ചെയ്യുക. ആദ്യത്തെ നമ്മുടെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + 4x2 = 24. അപ്പോൾ എന്താണ്? 0, 6ഉം 24, 0. ഓക്കെ, 0 x ആക്സിസിലാകുമ്പോൾ y ആക്സിസിൽ നമുക്ക് എന്ത് വേണം? 6 കിട്ടണം. ആ 6 കിട്ടുന്ന പോയിന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0, ഇതെന്ന് പറയുന്നത് 5 ആണ്, അതിന് തൊട്ട് മുകളിൽ 6. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 0യും 6ഉം. അതേ പോയിന്റിൽ തന്നെ രണ്ടാമത്തത് നോക്കിയേ, y ആക്സിസ് 0 ആയിരിക്കുമ്പോൾ x ആക്സിസ് 24 വരും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക? x ആക്സിസ് 24, y ആക്സിസ് 0. ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് ഒരു ലൈൻ അങ്ങ് വരയ്ക്കും. കണ്ടോ? അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്? 0 x ആക്സിസ് 0 ആയിരിക്കുമ്പോൾ y 21. ഇതാണ്ട് ഈ പോയിന്റ് ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഈ പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ 0 കൊടുത്തപ്പോൾ 21 കിട്ടി. അതേപോലെ എക്സിൽ 7 ആകുമ്പോൾ y 0. എക്സിൽ 7 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇക്വേഷൻ വരും. എക്സിൽ 7 ആകുമ്പോൾ y 0. ഓക്കെ, ഇനി ലാസ്റ്റ് ഇക്വേഷൻ 8, 8. 0 ആയിരിക്കുമ്പോൾ ഇവിടെ 8 വന്നു അല്ലേ? 0 ആയിരിക്കുമ്പോൾ ഇവിടെ 8 വന്നു. അതേപോലെ ഇവിടെ 8 ആയിരിക്കുമ്പോൾ എന്ത് വന്നു? 8 ആയിരിക്കുമ്പോൾ 0 വന്നു. ഇങ്ങനെ 3 ലൈൻസിന്റെ ഇക്വേഷൻസിന്റെ എൻഡുകളാണ് നമുക്ക് കിട്ടുന്നത്. അവരെ 3 പേരെയും നമ്മൾ അതുപോലെ വരച്ചു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ x1 + 4x2 = 24. രണ്ടാമത്തെ ഇക്വേഷൻ 3x1 + x2 = 21. അതിന്റെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. അടുത്ത 0, 8ന്റെ x + y = 8 അതിന്റെ ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഈ 3 ലൈൻസും കൂടി മീറ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 3 ലൈൻസ്, ആദ്യത്തെ ലൈൻ ആയിട്ടുള്ള ഇയാളിൽ നിന്ന് << ആയിരുന്നു നമ്മുടെ മെയിൻ കൺസ്ട്രെയിൻ. അറിയാമല്ലോ, എല്ലാം <> ആയിരിക്കുന്നു. അപ്പോൾ <> എന്നാണ് പറയുന്നതെങ്കിൽ ഈ ലൈനിന്റെ താഴേക്ക് എടുക്കുക. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് മുകളിലേക്ക് എടുക്കുക. അപ്പൊ ആദ്യത്തത് <> എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ലൈനിന് താഴേക്കുള്ള ഫുൾ ഏരിയ കൺസിഡർ ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇക്വേഷന് താഴേക്കുള്ള ഫുൾ ഏരിയ കൺസിഡർ ചെയ്യാം. ഈ തേർഡ് ഇക്വേഷന് താഴേക്കുള്ള ഫുൾ ഏരിയ കൺസിഡർ ചെയ്യാം. ഈ കൺസിഡർ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഏത് ഏരിയ ആണോ ഈ 3 ഇക്വേഷൻസിന്റെയും കൂടി ബിലോ ആയിട്ട് വരുന്നത്. ഇപ്പൊ ആദ്യത്തെ ഏരിയ, ഇതിന് താഴെയുള്ള മൊത്തം ഏരിയ നമുക്ക് എടുക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നു? ബാക്കി 2 എണ്ണം അതിന് മുകളിലേക്കുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ ഏരിയ നമ്മൾ ഒഴിവാക്കി. രണ്ടാമത്തെ ഇക്വേഷനിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷനും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും ഏരിയാസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺസ്ട്രെയിൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഏരിയ. പറഞ്ഞു മനസ്സിലായല്ലോ? ആ മീറ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ആ മീറ്റ് ചെയ്ത ഏരിയ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഏതെല്ലാം ഏരിയാസ് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ, അതേ തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ, ഇതിനുള്ളിലുള്ള ഏരിയ.
അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഗ്രാഫിനകത്ത് വരച്ചിട്ട് ഈ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഏതൊക്കെ പോയിന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടുത്തെ ഈ ജംഗ്ഷൻ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയാം, അതുപോലെ ഈ ജംഗ്ഷൻ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയാം, ഇത് ഈ ജംഗ്ഷൻ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ 0 അപ്പൊ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒറിജിൻ ആണ് അല്ലെ, ആ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് 0, പിന്നെ അതാ ഇവിടെ ഒരു പോയിന്റ് അതിന് നമ്മൾ എ എന്ന് പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് അതിനെ ബി എന്ന് പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് അല്ലെ അതിനെ സി എന്ന് പറഞ്ഞു, ഏറ്റവും താഴെ ഒരു മീറ്റിംഗ് പോയിന്റ് ഡി. ഇങ്ങനെ കുറച്ച് മീറ്റിംഗ് പോയിന്റ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആ ഓരോ മീറ്റിംഗ് പോയിന്റിന്റെ ഐഡന്റിഫൈ ചെയ്ത സ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തെടുക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിന് പോസിബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് എയിം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വരുന്നതുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞതെല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കും അഭിപ്രായമില്ലേ? ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ?